പഴയ വീടിനെ നമ്മളൊക്കെ പുതുക്കിയതാണ് കേട്ടോ. പുറമേന്ന് കണ്ടപ്പോൾ വലിയ കാര്യമൊന്നും തോന്നിയില്ല, പക്ഷെ ഉള്ളിൽ കയറുമ്പോൾ കളി അങ്ങ് മാറും. മൊത്തത്തിൽ ഒരു ഓപ്പൺനെസ് ഫീൽ ചെയ്യണില്ലേ. ഇവിടെ പണ്ടൊരു തൂണുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ ഞങ്ങൾ സമ്മതിക്കുമോ? സ്റ്റെയർ ഭയങ്കര കുത്തനെയായിരുന്നു. ആ സ്റ്റെയർ റീവർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബെഡ്റൂമിലേക്കൊരു എൻട്രൻസ്. ഈ ബെഡ്റൂമിനാണെങ്കിൽ ഒരു ഡ്രസ്സിങ് സ്പേസും പിന്നെ ഒരു നല്ല ടോയ്ലറ്റും. പ്ലാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെയാണ് ടോയ്ലറ്റ്. ഒരു കുഴപ്പമില്ല, ഫ്രണ്ടിലാണ് എന്നുള്ളത് ബിൽഡിങ്ങിന് അത് മുൻവശത്തുനിന്ന് അറിയുക പോലുമില്ല. ശരിക്കും പറഞ്ഞാൽ തീരെ വീതി കുറഞ്ഞ ഒരു ഡ്രോയിങ് റൂമാണ് ഇവിടെ ഉള്ളത്. പഴയ കണ്ടീഷൻ അതേപോലെ തന്നെ റിട്ടൈൻ ചെയ്തേക്കണം. മേജർ ചേഞ്ച് വന്നത് അവിടെ ഇരുന്ന ഡോർ എടുത്ത് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും യു ഷേപ്പിൽ ഫർണിഷ് ചെയ്യാവുന്ന നല്ല രസമുള്ള ഡ്രോയിങ് റൂമായിട്ട് അതിനെ മാറ്റി. നോക്കിയാൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നു വന്നു, സീറ്റിങ് നല്ല നീറ്റായിട്ട് യു ഷേപ്പിലിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിങ് സ്പേസിലേക്ക് കടന്നു. ലിവിങ് എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഉൾപ്പെടെ. അപ്പോൾ ഡൈനിങ് സ്പേസിന് നല്ല പ്രൈവസി ഉണ്ട്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ വന്നു കഴിഞ്ഞാൽ അത് ഡൈനിങ്ങിൽ നിന്നും അവിടെയാണ് ഡ്രോയിങ് റൂം. അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ഈ ഓപ്പൺ കിച്ചണിലേക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഓപ്പൺ കിച്ചണിൻ്റെ ഇൻസൈഡും നമ്മളുടെ ലിവിങ് സ്പേസും തമ്മിൽ നല്ല കണക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും. പഴയ സ്റ്റെയർ കേസിൽ ഇവിടെ ഒരു തൂണുണ്ടായിരുന്നു. അപ്പോൾ ആ തൂണ് എടുത്ത് കളഞ്ഞിട്ട് നമ്മളിവിടെ നല്ല വെല്ലുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ മുകളിലത്തെ ആ ജനലിൽ കൂടെ നല്ല വെളിച്ചം ഇവിടെ അകത്തേക്ക് വരികയാണേ. ഫെറോ സിമെൻറ്റ് വെച്ചിട്ടുള്ളൊരു കളിയാണ് ഇവിടെ മൊത്തത്തിൽ. ഈ വർക്ക് ഏരിയ ഇത്തിരി താഴ്ന്ന് എടുക്കണം, അതിൻ്റെ റൂഫും താഴ്ന്നതാണ്. ഈ വർക്ക് ഏരിയ എന്ന് വന്നിട്ട് നല്ല രസമുള്ള ഒരു സിറ്റ് ഔട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് പുതിയതായിട്ടാണ്. ഈ സിറ്റ് ഔട്ട് ഇങ്ങനെ സിറ്റ് ഔട്ടല്ല, ആക്ച്വലി ഒരു ചക്കയൊക്കെ വെട്ടാനുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് നമുക്ക് ബാക്ക് യാർഡിലേക്ക് നല്ല വ്യൂ ഉണ്ടാവും. പഴയൊരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് പോലെ ഇരുന്ന കെട്ടിടത്തിൽ നിന്നുമാണ് ഇത്രയ്ക്ക് ഭംഗിയിൽ ഒരു 3 ബെഡ്റൂം ഹൗസ്, ഓപ്പൺ കിച്ചൺ അടക്കം, പ്രൈവസി ഉള്ള ഡ്രോയിങ് റൂം ഉൾപ്പെടെ ഒരു ഫോയർ സ്പേസും ഒരു പൂജാ റൂമും എല്ലാം ചേർത്തിട്ട് റിപ്പയർ കൊച്ചി ടീം ഉണ്ടാക്കിയത്. ആർക്കിടെക്ട് ശ്യാമാണ് റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. പഴയ വീടിന് പുതിയ മുഖം. ആർക്കിടെക്ട് ശ്യാം, റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിലും കർണാടകത്തിലും ഉണ്ട്.